ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പഞ്ചാംഗം നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ പഞ്ചാംഗം പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് തിങ്കളാഴ്ച 2026 ജൂലൈ 13. ഇന്ന് കൃഷ്ണപക്ഷ ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായ ഉണർവ് നേടാനും വളരെ ഉത്തമമാണ്. ഇന്ന് മൃഗശീർഷ നക്ഷത്രമാണ്. ഇത് സർഗാത്മകത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉച്ചയ്ക്ക് 4:01 വരെ ധ്രുവയോഗമുണ്ട്. ഇത് സ്ഥിരത നൽകുന്ന ഒന്നാണ്. ഇന്ന് സൂര്യോദയം രാവിലെ 5:49 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 രാഹുകാലം രാവിലെ 7:30 മുതൽ 9:11 വരെ ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയമേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങളുടെ വഴക്കവും പൊരുത്തപ്പെടാനുള്ള കഴിവും വർദ്ധിപ്പിക്കേണ്ട ദിവസമാണിന്ന്. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമുണ്ടാകും. നിങ്ങൾ ഇന്ന് വലിയ ഉത്സാഹത്തിലും ഊർജത്തിലുമായിരിക്കും. ഒരു പോസിറ്റീവ് മനോഭാവമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ എളുപ്പമാണെന്ന് നിങ്ങൾ ഇന്ന് തിരിച്ചറിയും. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. ജീവിതം ആസ്വദിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റിയ ദിവസമാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയം വളരെ പ്രധാനമാണ്. പങ്കാളിയോട് തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ പുതിയ ഉന്മേഷം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ വഴക്കമുള്ള പെരുമാറ്റം ജോലിസ്ഥലത്ത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം മൂലം ചെറിയ ക്ഷീണം അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായി വിശ്രമിക്കുക. ഇന്നത്തെ ശുഭസൂചന: ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് പ്രകൃതിയോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള കഴിവാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 നിങ്ങൾക്ക് നന്ദിയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മിഥുനത്തിലും മകയിരം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിയിൽ ചന്ദ്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുതരം മൃദുത്വവും സംവേദനക്ഷമതയും കൊണ്ടുവരും. ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും നിങ്ങൾക്ക് വലിയ സ്നേഹം തോന്നും. നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ നല്ല ആരോഗ്യത്തെക്കുറിച്ച് കൂടി ഇന്ന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം.
ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് തിരികെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയ ദിവസമാണിത്. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും നൽകും. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. മകയിരം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ സന്തോഷകരമായിരിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. മേലധികാരികളുടെ പ്രശംസയും പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പസമയം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളതിനാൽ ധ്യാനം ചെയ്യുന്നത് മനസ്സിന് വ്യക്തത നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ വ്യക്തി ആരാണ്? അവരുടെ പേര് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്നും 12ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ മകയിരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളും ജോലിയുടെ സമ്മർദ്ദവും നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ കുടുംബം എപ്പോഴും നിങ്ങൾക്ക് പിന്തുണയുമായി കൂടെയുണ്ട്. അതിനാൽ ശാന്തത പാലിക്കുകയും പുഞ്ചിരിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഇന്ന് കുടുംബത്തിൽ നിങ്ങൾ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവജനങ്ങൾ ഇന്ന് വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുടെ സ്നേഹം ലഭിക്കുന്ന ദിവസമാണ്. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പഴയ മനസ്സ് തുറക്കുകയും ചെയ്യുക. ഇന്ന് ചുവപ്പ് നിറം ഒഴിവാക്കുക, കാരണം അത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം. വൈകുന്നേരം 6:25 മുതൽ 8:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണുന്നതോ അവരുമായി സംസാരിക്കുന്നതോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച ആ വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും മകയിരം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥയും സമാധാനവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ന് കാര്യങ്ങൾ യുക്തിപൂർവം കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിശ്വസ്തരായവരുടെ സഹായം തേടാൻ മടിക്കരുത്. ഇന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക, കാരണം അത് കാര്യങ്ങൾ സങ്കീർണമാക്കിയേക്കാം. ജീവിതം എപ്പോഴും എളുപ്പമല്ല, എന്നാൽ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ എല്ലാം ശരിയാകും. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് വായനയ്ക്ക് പറ്റിയ ദിവസമാണ്. നല്ലൊരു പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും രാഹുവിൻ്റെ സ്വാധീനം മൂലം ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. അതിനാൽ ശാന്തത പാലിക്കുക. ഗൃഹിണിമാർക്ക് വീട്ടുകാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല ദിവസമാണ്. കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത വേണ്ട ദിവസമാണ്. ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പസമയം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഓറഞ്ച് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുന്നത് വലിയൊരു പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും മകയിരം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹനില അനുസരിച്ച് പഴയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങളെ അലട്ടിയേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിച്ച് സമയം കളയരുത് എന്നാണ്. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഇന്ന് അല്പം പണം ചെലവായാലും ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ദിവസം പുരോഗമിക്കുന്തോറും നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തോന്നും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ, ഇന്ന് പഠനത്തേക്കാൾ ഉപരിയായി ശരീരത്തിന് വിശ്രമം നൽകാൻ ശ്രദ്ധിക്കുക. യുവജനങ്ങളും ജോലി ചെയ്യുന്നവരും ഇന്ന് ജോലിസ്ഥലത്ത് അമിത സമ്മർദ്ദം ഒഴിവാക്കുക. ഇടവേളകൾ എടുത്ത് പ്രവർത്തിക്കുക. ഗൃഹിണിമാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിനൊപ്പം സ്വന്തം ആരോഗ്യവും നോക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ എന്തെങ്കിലും ഹോബികൾ പരീക്ഷിക്കുക. ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. മുതിർന്നവർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:15 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. അക്വാ ബ്ലൂ നിറം ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് ആർക്കെങ്കിലും ദാഹജലമോ പഴങ്ങളോ നൽകുന്നത് പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മിഥുനം രാശിയിൽ മൃഗശീർഷ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതെ ശാന്തത പാലിക്കാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ അതിൻ്റെ സ്വാഭാവികമായ വേഗതയിൽ നടക്കട്ടെ. എല്ലാം ശരിയായി വരും. അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. വിവിധ പ്രായക്കാർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിക്കുന്ന ദിവസമാണ്. പഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തുറന്ന സംസാരത്തിന് അവസരമുണ്ട്. പങ്കാളിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഗൃഹിണിമാർക്ക് വീടിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് ക്ഷമയോടെയുള്ള സമീപനം ഗുണം ചെയ്യും. മുതിർന്നവർ ഇന്ന് കൃത്യമായ വ്യായാമം ശീലിക്കുകയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടൽ പച്ചയാണ്. ഇന്ന് ആർക്കെങ്കിലും ദാഹജലം നൽകുന്നത് വലിയ പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ സഹായിക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും മൃഗശീർഷം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകത പുറത്തെടുക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം ഉപേക്ഷിച്ച് വർഷങ്ങളായി നിങ്ങൾ മാറ്റിവെച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഹോബികൾ ഇന്ന് വീണ്ടും തുടങ്ങുക. ഇന്ന് നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ടാകും. അത് ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം. വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്.
പങ്കാളിയുമായുള്ള തുറന്ന സംസാരം ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ജോലിയിലും ബിസിനസ്സിലും നിങ്ങളുടെ പുതിയ ആശയങ്ങൾ വലിയ വിജയം നൽകും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കരുത്. മുതിർന്നവർ ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് ശീലമാക്കുക. ഇത് ശനിയുടെ സ്വാധീനം മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ ശുഭസൂചന ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു നല്ല വാക്ക് പറയുകയോ ചെറിയൊരു സഹായം ചെയ്യുകയോ ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ പരിശ്രമത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി സംഭാവന നൽകാവുന്നതാണ്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 13, തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ സമാധാനപരമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ മിഥുനം രാശിയിൽ മൃഗശീർഷ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മികച്ചതായിരിക്കും. ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ആളുകളിൽ നിന്നും ഇന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ സമാധാനം കളയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കൂടുതൽ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് നന്നായി വിശ്രമിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കാം. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്നത്തെ പുണ്യകർമ്മമായി നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമെന്നത് പണമാണോ അതോ സമാധാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് 13 ജൂലൈ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നും. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. നിങ്ങൾ മറ്റുള്ളവരോട് എത്രത്തോളം നന്ദി കാണിക്കുന്നുവോ അത്രത്തോളം സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. കുടുംബത്തിലെ ഒരു അംഗത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവിധ വിഭാഗക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താം. വീട്ടമ്മമാർക്ക് വീടിന്റെ അന്തരീക്ഷം കൂടുതൽ മനോഹരമാക്കാം. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ടീം വർക്ക് വഴി വിജയം നേടാം. മുതിർന്നവർക്ക് ഇന്ന് പഴയ ഓർമ്മകൾ പങ്കുവച്ച് സമയം ചെലവഴിക്കാം. ഇന്ന് പീച്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3:30 മുതൽ 5 വരെ പ്രധാന കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകം ഏതാണ്? കമന്റിൽ പറയൂ. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവമായ മിഥുനം രാശിയിൽ മൃഗശീർഷം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ക്രമീകരിക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. ഒരേ സമയം പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് ജോലിസ്ഥലത്തും വീട്ടിലും സമ്മർദ്ദമുണ്ടാക്കാം. എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓരോ കാര്യമായി ചെയ്താൽ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കാം. ഇപ്പോൾ അല്പം തിരക്കുണ്ടെങ്കിലും കാര്യങ്ങൾ ഉടൻ തന്നെ ശാന്തമാകും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം
എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. എങ്കിലും ക്ഷമയോടെ മുന്നോട്ട് പോവുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വലിയ ആശ്വാസം നൽകും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് തിരക്ക് കൂടും. എങ്കിലും ക്ഷമയോടെയുള്ള തീരുമാനങ്ങൾ വിജയം നൽകും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പരിഹാരമാണ്. ഇന്ന് ഫിറോസ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വൈകുന്നേരം 6:30-ക്ക് ശേഷം, അതായത് 6:45 മുതൽ 7:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ പ്രധാനം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 13 നിങ്ങൾക്ക് വളരെ ശാന്തവും ഐശ്വര്യപൂർണവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 4-ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ മൃഗശീർഷം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടകം രാശിയിൽ വളരെ ശക്തമായ നിലയിലായതിനാൽ ഇന്ന് നിങ്ങൾക്ക് മാനസിക സമാധാനവും കുടുംബത്തിൽ സന്തോഷവും ലഭിക്കും. കുടുംബജീവിതം ഇന്ന് വളരെ സ്ഥിരമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പരമായ കാര്യങ്ങളിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനകാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ വളരെ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. യുവജനങ്ങൾക്കായി ഇന്ന് ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹം നിറയ്ക്കാൻ സാധിക്കും. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ലഘുവായതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇന്നത്തെ ഒരു പുണ്യകർമ്മമായി സ്വന്തം കൈകൊണ്ട് പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തോടൊപ്പം കഴിക്കുക. ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഈ സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ധ്യാനം ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയത്ത് എടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.